നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള നിങ്ങളുടെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് അല്ലേ. അതിൻ്റെ പകുതിയോളം നമ്മൾ എടുത്തു. എവിടെ വരെ എടുത്തു? കോൺവെർസേഷൻ വരെ എടുത്തു അല്ലേ. ഇനി ലെറ്റർ തൊട്ട് അങ്ങോട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകണ്ട, ഇതാ നോക്കിക്കോ ക്വസ്റ്റ്യൻ എന്താണ്. Question number 5. Imagine Chaplin writes a letter to a friend referring to the way he was inspired by Gandhiji to serve society. Draft the likely letter. ഇനി നമ്മൾ ചാർലി ചാപ്ലിൻ വന്ന് ഗാന്ധിജിയെ കണ്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹം ഗാന്ധിജിയുടെ വാക്കുകളിലൊക്കെ ഇൻസ്പയർഡ് ആവും, ഉറപ്പായിട്ടും ആവും. അങ്ങനെ ആ ഗാന്ധിജി എന്താണ് സൊസൈറ്റിയെ ഏത് രീതിയിലാണ് സെർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുന്നു. എങ്ങനെയായിരിക്കാം ആ ലെറ്റർ വരുന്നത്? എഴുതാം, നമുക്ക് മാറ്റർ എഴുതാം. ബോഡി ഇവിടെ തരുന്നുണ്ട്, മാറ്റർ എഴുതാം. ഐ ഹോപ്പ് യു ആർ വെൽ. ഡിയർ ഫ്രണ്ട്, എന്താണ് സ്റ്റാർട്ടിങ് നമ്മൾ പറയും ഡിയർ ഫ്രണ്ട്, ഐ ഹോപ്പ് യു ആർ വെൽ. ഐ വോണ്ടഡ് ടു ടെൽ യു അബൌട്ട് എ റീസെൻറ്റ് മീറ്റിംഗ് ദാറ്റ് ഇൻസ്പയർഡ് മീ ഡീപ്ലി. എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത് ഞാൻ ഒരാളെ കണ്ടു, ആ ഒരു മീറ്റിംഗ് എന്നെ വല്ലാതെ ആഴത്തിൽ ഇൻസ്പയർ ചെയ്തു. അത് പറയുകയാണ്, ഐ മെറ്റ് മോഹൻദാസ് ഗാന്ധി, എ ഗ്രേറ്റ് ലീഡർ ഫ്രം ഇന്ത്യ. ഞാൻ പരിചയപ്പെട്ടത് ആരെയാണ്? മഹാത്മാഗാന്ധി, മോഹൻദാസ് ഗാന്ധിയാണ്. അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ ഒരു വലിയ ലീഡറാണ്, ഇന്ത്യയിലെ വലിയൊരു ലീഡറാണ്. ഹീ ഈസ് നോൺ ഫോർ ഹിസ് ബിലീഫ് ഇൻ നോൺ വയലൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. സെൽഫ് സഫിഷ്യൻ്റ് ആണ്, നോൺ വയലൻസിൽ അധിഷ്ഠിതമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ വെൽ നോൺ ആക്കുന്നത്. ഗാന്ധി സ്പോക്ക് അബൌട്ട് ഹൗ ട്രൂ സ്ട്രെങ്ത് ഈസ് നോട്ട് ഇൻ ഫിസിക്കൽ പവർ ബട്ട് ഇൻ ഹാവിങ് എ സ്ട്രോങ് ഹാർട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അല്ല അല്ലേ. ഇപ്പോൾ ലെറ്ററിൽ പറയുന്നില്ല, ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ലെറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗാന്ധിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എനിക്ക് എന്ത് മനസ്സിലായി? ട്രൂ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, ബട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രെങ്ത് ആണ്. ഹിസ് ഡെഡിക്കേഷൻ ടു നോൺ വയലൻസ് ആൻഡ് ഹിസ് വിഷൻ ഫോർ എ സെൽഫ് സഫിഷ്യൻറ്റ് ഇന്ത്യ വെർ ട്രൂലി മൂവിങ്. അപ്പോൾ എന്താണ് ഡെഡിക്കേഷൻ? അഹിംസയിൽ അധിഷ്ഠിതമാണ് അല്ലേ, ഡെഡിക്കേഷൻ ഓഫ് നോൺ വയലൻസ്. അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻറ്റ് ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ. ഇത് രണ്ടും മൂവിങ് ആണല്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് എന്താണ് യാഥാർത്ഥ്യമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും ഇൻസ്പയറിംഗ് ആണ് അല്ലേ, നമ്മൾക്ക് വളരെ സ്വാധീനം ചെലുത്തുന്നതാണ്. He explained that education should build character, not just fill the mind with the facts. His commitment to serving society and his sacrifices for his country were incredible. അപ്പോൾ അദ്ദേഹം എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, തല നിറച്ച് കുറേ ഫാക്ട്സ് വെച്ചിട്ട് കാര്യമില്ല. ക്യാരക്ടർ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് ബിൽഡിംഗ് ക്യാരക്ടറാണ് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൊസൈറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് വളരെയധികം എന്താണ് ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ സാക്രിഫൈസ് ആണ് അദ്ദേഹം, ആൻഡ് ഈ സാക്രിഫൈസസ് ഫോർ ഹിസ് കൺട്രി വെരി ഇൻക്രെഡിബിൾ അല്ലേ. അദ്ദേഹത്തിൻ്റെ എന്താണ് സൊസൈറ്റിയെ സെർവ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാക്രിഫൈസ്, ആർക്ക് വേണ്ടി? രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസും ഒക്കെ ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ടുള്ളതാണ്. ദിസ് മീറ്റിംഗ് ഹാസ് മെയ്ഡ് മീ വോണ്ട് ടു ഡു മോർ ടു ഹെൽപ്പ് അതേഴ്സ്. ഈ മീറ്റിങ്ങിലൂടെ എനിക്കും എന്ത് തോന്നി? മറ്റുള്ളവർ ഒരുപാട് സഹായിക്കണമെന്ന് എനിക്കും തോന്നി. Gandhi's words have inspired me to use my word to make a positive impact. അദ്ദേഹത്തിൻ്റെ വേർഡ്സ് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തു. എനിക്കും എന്താണ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നലാണ്, അതിനുവേണ്ടി വർക്ക് ചെയ്യണമെന്നുള്ള തോന്നലാണ്. I thought you would like to hear about this. It's important to find ways to contribute to society. എനിക്കറിയാം നിനക്കും ഈ വാക്കുകൾ വളരെയധികം ഇഷ്ടമാകും, ഇതിലൊക്കെ കേൾക്കുമ്പോൾ നിനക്കും ഇഷ്ടമാകും, സന്തോഷമാകുമെന്ന് എനിക്കറിയാം. എന്താണ് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ചെറിയ രീതിയിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത് കേട്ടോ. ഇനി നോക്കി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഗാന്ധിജി അഡ്രസ്ഡ് ദ മാസസ് ഓൺ വേരിയസ് ഒക്കേഷൻസ് ആൻഡ് ഡെലിവേർഡ് പെർസ്യൂസീവ് സ്പീച്ചസ് ദാറ്റ് ഇൻസ്പയർഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. Some people are talented public speakers with the gift of the gab. They do not need any preparation to deliver a speech, but some others may need a script. If you get an opportunity to deliver a speech at the school assembly on Gandhi Jayanti, how will you prepare the script? Let's prepare a script for the speech highlighting Gandhiji's ideas on non-violence, his admiration of the women freedom fighters, his concept of independence, etc.
സംഭവമൊന്നുമില്ല. ഗാന്ധി ജയന്തിയുടെ അന്ന് നിങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലുമൊക്കെ ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോൺ വയലൻസും അതുപോലെ വിമൻ ഫ്രീഡം ഫൈറ്റേഴ്സിനോടുള്ള അഡ്മിറേഷനും അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റും ഇതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു സ്പീച്ച് തയ്യാറാക്കണം. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ചില ആൾക്കാർക്ക് പബ്ലിക്കിൽ സംസാരിക്കാൻ വളരെ ടാലൻറ്റഡ് ആയിരിക്കും, ചിലരൊക്കെ അത് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലെ ഉള്ള ടാലൻറ്റ് വെച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നോളജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. സല്യൂട്ടേഷൻ, ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്, ബോഡി ഓഫ് ദ സ്പീച്ച്, കൺക്ലൂഷൻ. ഉണ്ടാവും. ഇത്രയും മതി. സല്യൂട്ടേഷൻ എന്താണ്, അഭിസംബോധന ചെയ്യണം. പിന്നെ എന്താണ് ടോപ്പിക് എന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ബോഡി എന്ന് വെച്ചാൽ എന്താണ്, എക്സ്പ്ലനേഷൻ, പിന്നീട് കൺക്ലൂഷൻ. ഇത്രയുമാണ് അതിൽ വേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് തന്നിട്ടുണ്ട്. സല്യൂട്ടേഷൻ എങ്ങനെ വേണം, എങ്ങനെയാണ് നമ്മൾ ഓഡിയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്, ടോപ്പിക് എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ, റിലവൻസ് ഓഫ് ദ ടോപ്പിക്. ഇതാണ് ഈ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, എന്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം അത് പറയും, ഇതാണ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബോഡി പറയുന്നത്, പിന്നീടാണ് അതിൻ്റെ റെലവൻസ്, അതാണ് ബോഡി. കൺക്ലൂഷൻ, ഇത്രയിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് നിർത്തുന്നതാണ് കൺക്ലൂഷൻ. ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ തന്നത് കണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ഡിയർ സ്റ്റുഡൻസ് ആൻഡ് എവ്രി വൺ പ്രസൻറ്റ്. ടുഡേ വി ഓണർ മഹാത്മാ ഗാന്ധി ഓൺ ഗാന്ധി ജയന്തി. His life and teachings continue to inspire us. Gandhiji's message of non-violence and truth is still important today. ഇത്രയും നമുക്ക് പറയാം ഇൻട്രൊഡക്ഷൻ. മക്കളെ ഇത് വേറെ രീതിയിൽ എഴുതാം, നമുക്ക് കുറേയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വലിയൊരു സ്പീച്ച് ആണെങ്കിൽ ഈ ഇൻട്രൊഡക്ഷൻ ഡയറക്റ്റായിട്ട് പോണ്ട, വേണമെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെൻറ്റൻസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ലെങ്തി ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് മാക്സിമം ചുരുക്കി തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ്, ഗാന്ധി ജയന്തി ദിനമായി എന്ന് അദ്ദേഹത്തെ ഓണർ ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സും വേർഡ്സും ഒക്കെ ലൈഫും ഒക്കെ നമ്മളെ ഇന്നും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസും അതുപോലെ ട്രൂത്തും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. ഗാന്ധിജി ബിലീവ് ദാറ്റ് നോൺ വയലൻസ് ഇസ് എ സൈൻ ഓഫ് സ്ട്രെങ്ത് നോട്ട് വീക്ക്നെസ്. അല്ലേ, നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്തിൻ്റെ ഒരു സൈനാണ്, വീക്ക്നെസ്സിൻ്റെതല്ല. ഹി ഷോഡ് us that true bravery is not in fighting or hurting others. Instead, it is in facing hardships and responding with kindness. Non-violence means standing firm for what is right, even when it is difficult. ഇപ്പോൾ നോൺ വയലൻസിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ട്രൂ ബ്രേവറി എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ബാക്ക് അല്ല, പകരം എന്ത് ചെയ്യണം, ഈ ഹാർഡ്ഷിപ്പൊക്കെ ഫേസ് ചെയ്യണം, കൈൻഡ്നെസ്സോടുകൂടി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നോൺ വയലൻസ് എന്ന് വെച്ചാൽ ഫേം ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എന്താണോ ശരി അതിനു വേണ്ടി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, എത്ര ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ ആണെങ്കിലും. ഗാന്ധിജി ഗ്രേറ്റ്ലി അഡ്മയർഡ് ഇന്ത്യൻ വിമനെ അഡ്മയർ ചെയ്തു. ഹി സോ ദെയർ സ്ട്രെങ്ത് ആൻഡ് കറേജ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ സമയത്ത് അവരുടെ സ്ട്രെങ്തും കറേജും കണ്ടതാണ് അദ്ദേഹം. ദേ എൻഡ്യൂർഡ് ഗ്രേറ്റ് സഫറിംഗ് ഇൻക്ലൂഡ് പോലീസ് ബീറ്റിംഗ്സ് ആൻഡ് ഇംപ്രിസൺമെൻറ്റ്. ഡെസ്പൈറ്റ് ദീസ് ചലഞ്ചസ് ദേ സ്റ്റുഡ് ഫേം ഇൻ ദെയർ ഫൈറ്റ് ഫോർ ഫ്രീഡം. ഗാന്ധിജി ഓഫൺ സ്പോക്ക് അബൌട്ട് ദെയർ ബ്രേവറി ആൻഡ് ദ വൈറ്റൽ റോൾ ദേ പ്ലേഡ്. അപ്പോൾ അദ്ദേഹം എന്താണ്, വനിതകളെ പറ്റി എന്തൊക്കെ പറഞ്ഞായിരുന്നു, ഫ്രീഡം സ്ട്രഗിളിന് അവരുടെ സ്ട്രെങ്ത് കണ്ടതാണ്, പിന്നെ അവരൊരുപാട് സഫറിങ് ഒക്കെ സഹിച്ചതാണ്, പോലീസിൻ്റെ അടി കൊണ്ടു, പിന്നെ ഇംപ്രിസൺമെൻറ്റ് സഹിച്ചു. ഇതിൽ നിന്നുമൊക്കെ അവരെന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിലകൊണ്ടവരാണ്. പിന്നെ അവരുടെ ബ്രേവറിയെ പറ്റി അദ്ദേഹം സംസാരിച്ചിരുന്നു. അതുപോലെ ഈ ഫ്രീഡം സ്ട്രഗിൾ സമയത്ത് എന്തുമാത്രം വൈറ്റൽ റോളായിരുന്നു അവർക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഇനി ഗാന്ധിജീസ് വിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് ക്ലിയർ. എന്താണ്, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകേണ്ട ഔദാര്യമല്ല, ഓരോ രാജ്യത്തിൻ്റെയും അവകാശമാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് നമുക്കിവിടെ പറയാം. ഹി ബിലീവ് ദാറ്റ് ട്രൂ ഫ്രീഡം ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എൻഡിങ് ഫോറിൻ റൂൾ, ഇറ്റ് ഓൾസോ മീൻസ് ensuring that no one is exploited. For him, independence means self-reliance and dignity for everyone. He worked hard to make India self-sufficient through non-violent method. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സെൻറ്റൻസ്, ഞാൻ പറഞ്ഞ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ അതിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷനായിട്ട് അങ്ങ് തന്നതാണ്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സെൻറ്റൻസ് ഉണ്ടല്ലോ, മറ്റൊരു രാജ്യം നൽകേണ്ട ഔദാര്യമല്ല, എല്ലാ രാജ്യത്തിൻ്റെയും അവകാശമാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്, അത് നിങ്ങൾക്ക് പറയാം. പിന്നെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ രാജ്യത്ത് സ്ത്രീകൾ രാത്രിയിൽ പോലും പുറത്തിറങ്ങി സ്വസ്ഥമായി നടക്കുന്നെങ്കിൽ എൻ്റെ രാജ്യം ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എല്ലാ രീതിയിലും എൻ്റെ രാജ്യം പൂർണ്ണതയിലെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ.
ആ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം എന്താണ് നമ്മുടെ രാജ്യത്തിലെ ഭരണം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഫോറിൻ റൂൾ അവസാനിപ്പിച്ചു എന്നത് മാത്രമല്ല, പിന്നെ എന്താണ് ഇറ്റ് ഓൾസോ മീൻസ് എൻഷുറിങ് ദാറ്റ് നോ വൺ ഈസ് എക്സ്പ്ലോയിറ്റഡ്, ആരെയും ചൂഷണം ചെയ്യുന്നില്ല എന്നും ഉറപ്പ് വേണം. ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ സെൽഫ് റിലയൻസ് ആയിരിക്കണം, എല്ലാവർക്കും ഡിഗ്നിറ്റി എന്നുള്ളതായിരിക്കണം. അദ്ദേഹം ഇന്ത്യയെ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ വേണ്ടി വർക്ക് ചെയ്തതാണ്. ഏത് വഴി? ത്രൂ നോൺ വയലൻറ്റ് മെത്തേഡ്സ്. ആസ് വി സെലിബ്രേറ്റ്, ഇനി കൺക്ലൂഷനാണ്, ആസ് വി സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി ലെറ്റ് us റിമെമ്പർ ഹിസ് ടീച്ചിങ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് നമ്മൾ മറക്കരുത്. ലെറ്റ് us try to live by his values of non violence, respect and service. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസും റെസ്പെക്റ്റും സർവീസും ഒക്കെ നമ്മൾ ആ രീതിക്കൊക്കെ ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കണം. ഈച്ച് ഓഫ് us ക്യാൻ മേക്ക് ദ വേൾഡ് ബെറ്റർ ബൈ ഫോളോയിങ് ദീസ് പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ലോകത്തെ എന്താക്കി മാറ്റാം? ബെറ്ററാക്കി മാറ്റാം. അതൊരു കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ലിസണിങ് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. കുറേയും കൂടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ തുടക്കം തൊട്ട് പറയുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോഴും പറയുന്നു, മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇത്. മക്കളെ ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ലെറ്റ് us പ്ലേ വിത്ത് വേർഡ്സ് ആണ് കേട്ടോ. അപ്പം മിക്കവാറും വേർഡ് മീനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി. ഇതാ ഇവിടെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് വായിക്കാം. A country was once well known for its abundant riches and prosperity. It was all because of the king's wise minister who had excellent ideas of administration and governance. But soon a war broke out of the neighboring land which made everyone war weary for years. The king and his people wanted to find a way out. The king expounded the need to bring the war to an end by signing a treaty of friendship. The countries all agreed, but the wise minister knew that the enemies would defy the proposal for friendship and that they would continue to fight and even retaliate against the insult to them. However, the king wanted to give it a try and decided to send a message to the enemy king, expecting a miraculous change in his attitude. He drafted the message addressing the enemy king, precisely expressing his wish for friendship. The messenger presented himself at the royal court of the enemy king. The unlettered enemy king could not read the message. Thinking that it was another call for battle, the foolish king ordered scores of soldiers to be sent to the battlefield. The messenger returned to his king and informed him about the attack that was sure to come. The king was surprised, but unflinching ordered his troops to be prepared. The actions of the enemy king testified the wise prediction of the minister. ഇതെന്താണ്? ഒരു കുഞ്ഞു കഥ വായിച്ചാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവുന്നതേ ഉള്ളൂ. രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയാണ്, ശത്രുത അവസാനിപ്പിക്കണമെന്ന് ഒരു രാജാവ് ആഗ്രഹിക്കുന്നു. മറ്റേ രാജ്യത്തിനോട് എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി കൊടുക്കുന്നു. എന്താണ്? ശത്രുതയൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി ഒരാളെ പറഞ്ഞു വിട്ട് എന്താ ഒപ്പിടാനുള്ള കാര്യമൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നു. അദ്ദേഹം കൊണ്ടുപോകുന്നത് എന്താണ്? ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ്. പക്ഷേ ആ രാജ്യത്തെ രാജാവിന് ഇതാരൊക്കെയാണോ കൊണ്ടു കൊടുക്കുന്നത് അദ്ദേഹത്തിന് വായിക്കാൻ അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം എന്ത് വിചാരിക്കുന്നു? ആ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇദ്ദേഹം യുദ്ധത്തിന് ആളെ അയക്കുന്നു, യുദ്ധം നടക്കുന്നു എന്നുള്ളതൊക്കെയാണ്. കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ സംഭവം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. ഡിഡ് യു എൻജോയ് റീഡിങ് ദി സ്റ്റോറി? ക്യാൻ യു ഫൈൻഡ് വേർഡ്സ് ദാറ്റ് യു ഹാവ് എൻറ്റേർഡ് ഇൻ മൈ വേർഡ്സ്? ലിസ്റ്റ് in this story too. Identify the words and write them in the space given below along with the meaning you have guessed. You may also refer to a dictionary. മക്കളെ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഡിക്ഷണറി ഉണ്ടല്ലോ, നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടെന്ന്. അതിലേക്ക് ആഡ് ചെയ്യാൻ ഇതിനകത്തുനിന്ന് കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മീനിങ് ഗസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടി മീനിങ് എഴുതാം. അപ്പോൾ ഇതിൽ കുറേ വേർഡ്സ് ഉണ്ട് ഡിഫിക്കൽട്ടി അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിഫിക്കൽട്ട് വേർഡ് എഴുതാം, അതിൻ്റെ മീനിങ് നമുക്കങ്ങ് എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മീനിങ് ഞാൻ തരാം. ഇതിനകത്ത് ഇതിലെ ഒരുവിധപ്പെട്ട എല്ലാ വേർഡ്സിൻ്റെയും മീനിങ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വേണമെങ്കിലും തരാം കേട്ടോ. എന്തായാലും കുറച്ച് തരാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 1 2 3 4 6 7 എഴുതാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് അവിടെ എഴുതാനുള്ളത് നോക്കാം. റിറ്റാലിയേറ്റ് എന്ന് വെച്ചാൽ പ്രതികാരമാണ്. ടു മേക്ക് ആൻ അറ്റാക്ക് ഓർ അസോൾട്ട് ഇൻ റിട്ടേൺ ഫോർ എ സിമിലർ അറ്റാക്ക്. അടുത്തത് എന്താണ്? ഡിഫൈ എന്ന് വെച്ചാൽ ടു ഓപ്പൺലി റെസിസ്റ്റ് ഓർ റെഫ്യൂസ് ടു ഒബൈ, ധിക്കരിക്കുക എന്നുള്ളത്. ടെസ്റ്റിഫൈഡ് എന്ന് വെച്ചാൽ സാക്ഷ്യപ്പെടുത്തി എന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേറ്റഡ് ഓർ ഷോഡ് ക്ലിയർലി എന്നുള്ളത്. ഇനി പ്രോസ്പെറിറ്റി എന്ന് വെച്ചാൽ സമൃദ്ധിയാണ്.
the state of being successful or thriving, especially in financial or material terms. വാർ വേറി എന്ന് വെച്ചാൽ യുദ്ധത്താൽ ക്ഷീണിച്ചത് എന്നുള്ളതാണ്. എക്സോസ്റ്റഡ് ബൈ ഓർ ഫാറ്റിഗ്ഡ് ഫ്രം പ്രൊലോങ്ഡ് കോൺഫ്ലിക്റ്റ് ഓർ വാർഫെയർ. അൺഫ്ലിഞ്ചിങ് എന്ന് വെച്ചാൽ അചഞ്ചലമായ, പിൻവാങ്ങാത്ത, ധീരതയുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ്. നോട്ട് ഷോയിങ് ഫിയർ ഓർ ഹെസിറ്റേഷൻ ഇൻ ദ ഫേസ് ഓഫ് ഡിഫിക്കൽട്ടി ഓർ ഡേഞ്ചർ. കൂടുതൽ മീനിങ്സ് വേർഡ്സോ വല്ലതും വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ. അടുത്തത്, ഗാന്ധിജി ഈസ് റെഫേർഡ് ടു as the spiritual ambassador of India in dreams realized. Identify similar expressions from the passage that describe a person, a place or an event and list them. Hints are given below. അതായത് 2 വേർഡ്സ് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന വേർഡ്സാണ്. എന്താണ്? സ്പിരിച്വൽ അംബാസഡർ എന്നുള്ളത്. അപ്പം ഒറ്റ വാക്കല്ലത്, സ്പിരിച്വൽ അംബാസഡർ. അപ്പോൾ ആ രീതിക്കുള്ളത് എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ് വെസ്റ്റ്, ഹീലിംഗ് ബാം, വാർവെയറി യൂറോപ്പ്, ഈ രീതിക്കുള്ള വേർഡ്സാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് കേട്ടോ. എന്തായാലും അടുത്ത എന്താണ്? അൺഫ്ലിഞ്ചിങ് ബ്രേവറി, മിറാക്കുലസ് അവേക്കനിങ്, ലെജിറ്റിമേറ്റ് ഇൻഡിപെൻഡൻസ്, ഇനിമിയബിൾ മെത്തേഡ്, ഇങ്ങനെയുള്ള വേർഡ്സാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഇനി ഇതിൻ്റെ മീനിങ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ മീനിങ് എന്തായാലും ഞാനിവിടെ തരുന്നുണ്ട്, വേർഡിൻ്റെ മീനിങ്ങും കൂടെ തരുന്നുണ്ട് കേട്ടോ. ഇനി ഹിയർ ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ഡ്രീംസ് റിയലൈസ്ഡ്. He then went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. The expression went on has been highlighted. What does it mean? Went on എന്താണത് മക്കളെ? ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? നോക്ക്, എന്താണത്? ഫ്രൈസൽ വെർബാണ്, നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പോൾ വെൻറ്റ് ആൻഡ് ഓൺ ആർ 2 വേർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. ഇത് രണ്ടിനും 2 അർത്ഥമാണുള്ളത്. ബട്ട് വെൻ ദേ ആർ കമ്പൈൻഡ് ദേ ഹാവ് എ ടോട്ടലി ഡിഫറെൻറ്റ് മീനിങ്. ഇത് രണ്ടുകൂടെ ചേർത്തപ്പം വേറൊരർത്ഥമാണ് വന്നത്. വി കോൾ ദം ഫ്രൈസൽ വെർബ്. നമ്മളിതിനെ എന്ത് വിളിക്കുന്നു? ഫ്രൈസൽ വെർബ് എന്ന് വിളിക്കും. നൗ ഐഡൻറ്റിഫൈ സച്ച് എക്സ്പ്രഷൻസ് ഇൻ ദ പാസേജ് ആൻഡ് റൈറ്റ് ദെയർ മീനിങ് ഇൻ യുവർ നോട്ട് ബുക്ക്. ഇനി അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എടുത്തെഴുതി വയ്ക്കാം. കുറേ എഴുതണം എന്നൊന്നുമില്ല, കുറച്ച് എഴുതാം കേട്ടോ. ബ്രോക്ക് ഔട്ട്. എന്താണ് ബ്രോക്ക് ഔട്ട്? സ്റ്റാർട്ടഡ് സഡൻലി, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുക. പിന്നെ ടേൺഡ് അപ്പ്. എന്താ ടേൺഡ് അപ്പ് എന്ന് വെച്ചാൽ അറൈവ്ഡ് ഓർ അപ്പിയർഡ്, പ്രത്യക്ഷപ്പെടുക, എത്തിച്ചേരുക എന്നുള്ള മീനിങ് ആണ്. കെയിം ഫ്രം എന്താണ്? ഉത്ഭവിക്കുക, അല്ലെങ്കിൽ ഏതോ ഒരു ഉറവിടത്തിൽ നിന്ന് വന്നത്. ഐ കെയിം ഫ്രം എ വില്ലേജ്, ഞാനൊരു വില്ലേജിൽ നിന്ന് വന്നു, വില്ലേജ് എന്ന സ്ഥലത്ത് നിന്നും വന്നത് എന്നുള്ള അർത്ഥം. ബ്രിങ് ഔട്ട് ദ റിലേഷൻ. ബ്രിങ് ഔട്ട് എന്താണ്? ബ്രിങ് ഔട്ട് ദ റിലേഷൻ, ബന്ധം തെളിയിക്കുക, ബന്ധം വെളിവാക്കുക എന്നുള്ളത്. ടു റിവീൽ ഓർ ഹൈലൈറ്റ് ദ കണക്ഷൻ ഓർ ലിങ്ക് ബിറ്റ്വീൻ 2 തിങ്സ്. പിന്നെ മെയ്ഡ് എ പോയിൻ്റ് ഓഫ് എന്താണ്? ടുക്ക് സ്പെഷ്യൽ കെയർ ടു ഡു സംതിങ് ഓർ എൻഷുർ ഇറ്റ് വാസ് ഡൺ. എന്താണ്? എന്തോ ഒരെണ്ണം ചെയ്യാൻ സ്പെഷ്യൽ കെയർ കൊടുക്കുക, അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് ഉറപ്പാക്കുക എന്നൊക്കെ ഉള്ള കാര്യം. ഇനിയും ഇനി അത് കുറേ ഉണ്ട് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിലും അതാണെങ്കിൽ നിങ്ങളുടെ ആ ചാപ്റ്ററിലും ഒക്കെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത് അത്ര എടുത്തെഴുതാം കേട്ടോ. അപ്പോൾ ഇത്രേ ഞാൻ തരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ്. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ചാപ്റ്ററിൻ്റെ ഉണ്ടല്ലേ, ഇത്രയും വേണം അതുകൂടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സാമൊക്കെ വരികയാണ്, നല്ല മിടുക്കനായിട്ട് പഠിക്കണം. അടുത്ത വീഡിയോ തൊട്ട് പിറകെ ഇടുന്നതായിരിക്കും. എക്സാമിന് വേണ്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. മിടുക്കനായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.